ഹായ് ഓൾ, ടർക്കിയിൽ വന്നിട്ട് നമ്മുടെ തേർഡ് ഡേ ആണ്. ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് പോയാലോ? ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതേ ബ്ലൂ മോസ്ക് കാണാനായിരുന്നു. അവിടെ ചെന്നപ്പോഴറിഞ്ഞ് ഫ്രൈഡേ മോർണിംഗ് ക്ലോസ്ഡ് ആണ്, 2 PM ഓപ്പൺ ആവത്തുള്ളൂ എന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്തുള്ള ബസാറിലേക്ക് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ബസാറിലെത്തി. ഇവിടെ നമുക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ കാണാം. ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറീസും ഹാൻഡ് മെയ്ഡ് ലാംപ്സും പിന്നെ സെറാമിക് ടൈൽസും അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് നമ്മളവിടെ കാണാൻ പറ്റും. അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഹാഗിയ സോഫിയ കാണാനായിരുന്നു. ബ്ലൂ മോസ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഹാഗിയ സോഫിയ. ഈ ബ്ലൂ മോസ്കും ഹാഗിയ സോഫിയെ ഏതാണ്ടൊക്കെ പാരലായിട്ടോ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ, അതായത് തൃശ്ശൂർ, നമ്മുടെ പാറമേക്കാവും വടക്കുന്നാഥനും നിൽക്കുന്നില്ലേ, ഞങ്ങൾ പോകുന്ന വഴിയിലെ ടർക്കിഷ് ബണ്ണ് കണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കാരണം ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡ് ഐറ്റംസ് ആണ്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ബ്ലൂ മോസ്കിൻ്റെ അടുത്തുള്ള ഒരു മ്യൂസിയം ആയിരുന്നു. ഫൈനലി ഞങ്ങൾ ഹാഗിയ സോഫിയയിലെത്തി. ടിക്കറ്റ് ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട്. ഷോർട്ടും സ്ലീവ്ലെസ്സും ഡ്രസ്സ് ഇടാൻ പാടില്ല. പിന്നെ സ്കാർഫ് ധരിക്കണം. അങ്ങനെ തട്ടൊക്കെ ഇട്ട് മൊഞ്ചത്തിയായി. ഇനി നമുക്ക് ഇൻസൈഡ് ഒന്ന് വിസിറ്റ് ചെയ്താലോ? ഹാഗിയ സോഫിയ ഇവിടുത്തെ ഐക്കോണിക് പ്ലേസസിൽ ഒന്നാണ്.
ഇതാദ്യം ചർച്ചായിട്ടായിരുന്നു അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മോസ്കായിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ടോപ്പ് ഫ്ലോർ മാത്രമാണ് വിസിറ്റേഴ്സിന് അലൗഡ് ഉള്ളൂ. ഇൻസൈഡ് നിൽക്കുമ്പോഴേ ഒരു പ്രത്യേക തരം ഫീലാട്ടോ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡായി, സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും നമുക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ഒരു സൺസെറ്റ് ടൂറായിരുന്നു. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2:30. ഇപ്പോൾ ഒരു 2 hours ലെഫ്റ്റ് ഉണ്ടായിരുന്നേ. സോ വി ഡിസൈഡഡ് ടു ഗോ ടു ദ പാർക്ക് നിയർ ബൈ. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ഷോപ്പ് കണ്ടു. അവിടെ നിന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഈ ബസാറ് കണ്ടേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ എവിടെ നോക്കിയാലും ബസാർ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് അവിടെ കയറി. അങ്ങനെ ഞങ്ങൾ ബോസ്ഫറസ് സൺസെറ്റ് ടൂർ കാണാനായിട്ട് അവർ പറഞ്ഞ സ്പോട്ടിലെത്തി. 2 hours ഈ ടൂറ്. ടിക്കറ്റ് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർ ടൂർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നമ്മളവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സീൻ കാണുന്നത്. ഒരു പെൺകുട്ടി സീകളിന് ഫുഡ് കൊടുക്കുന്നത്. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടീയും സ്നാക്സൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഈ ഒരു ടൂറിൽ നമുക്ക് ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസും ബ്രിഡ്ജും എല്ലാം നമുക്ക് കാണാം കേട്ടോ. നമ്മൾ ക്രൂയിസിൽ നിന്നിട്ട് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ,
അമേസിംഗ് ആണ്. ഐ ട്രൂലി എൻജോയ്ഡ് ഇറ്റ്. ഈ ഒരു സൺസെറ്റോട് കൂടി ഞങ്ങളുടെ 3rd ഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഞങ്ങളിന്ന് വിസിറ്റ് ചെയ്തു. ഒത്തിരി ഹാപ്പിയായി. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.